നമ്മളുടെ ജീവിതശൈലി, നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഉദാഹരണത്തിന് ഡയബറ്റിക്, കൊളസ്ട്രോള്, BP, പിന്നെ അങ്ങനത്തെ ഒരുപാട്, ക്യാൻസർ വരെ. ക്യാൻസർ ഡോക്ടർമാർ പറയുന്നത് ഒരു പരിധിവരെ ജീവിതശൈലി കൊണ്ടുവരുന്നതെന്നാണ്. ജീവിതശൈലി രോഗം എന്നുള്ളൊരു പദപ്രയോഗം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 40 കൊല്ലമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. കാരണം 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉപ്പമാർ, നമ്മുടെയൊക്കെ കഴിഞ്ഞ തലമുറ നമുക്കറിയാം, അവരുടെ ജീവിതം തന്നെ, അവരുടെ വ്യായാമം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങാടിയിലൊക്കെ നടന്നു പോവുക, അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുക, വാഹനങ്ങളില്ല, വണ്ടികൾ കുറവാണ്, ഇടവഴികളൊന്നും റോഡില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് ഈ കാലഘട്ടത്തിലുള്ളത് മാതിരിയുള്ള പാലിയേറ്റീവ് സെൻ്ററുകളായാലും ഡയാലിസിസ് സെൻ്ററുകളായാലും അങ്ങനത്തെ ഒന്നും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നില്ല. ഒരു നാട്ടിൽ ഒരാൾ ഡയബറ്റിക് ആണെങ്കിൽ അതൊരു ന്യൂസാണ്. അയാൾ കല്യാണത്തിനൊക്കെ വരുന്നവരെല്ലാവരും അയാൾ പഞ്ചാര രോഗിയാണ്, മറ്റേയാൾ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി ആണോ, അത് ഒരു ന്യൂസാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് അത് സർവ്വസാധാരണ ആയിരിക്കുന്നത് കാരണം നമ്മളെ ജീവിതശൈലി തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം നമ്മളുടെ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അറിയുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, ഐശ്വര്യം കൂടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏറ്റവും അധികം പ്രയാസങ്ങൾ, പട്ടിണികളും പരിവട്ടങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫൊക്കെ വന്നു. അങ്ങനെ കുറേ ആയി. നമുക്കിപ്പോൾ ഭക്ഷണം കൂടുതലാണ്. നമ്മളെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ശരീരത്തിന് കരളിൽ, ശരീരത്തിൻ്റെ വയറിൽ, ഈ സാധാരണ നമ്മൾ ഈ ഇത് കാണുന്നില്ലേ, പൊണ്ണത്തടി, ആ സ്ഥലങ്ങളിൽ ഗ്ലൈക്കോജൻ്റെ രൂപത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് പടച്ചോൻ തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ, നമുക്ക് ഭക്ഷണം കിട്ടാത്ത കാലത്ത് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയെക്കുറിച്ച് പറഞ്ഞ പോലെ നമ്മളെ ശരീരത്തിൽ ഈ സൂക്ഷിച്ച് വെച്ച ഈ ഗ്ലൈക്കോജൻ പിന്നെ ഊർജ്ജമായിട്ട് രൂപാന്തരപ്പെടുത്തി നമുക്ക് ആവശ്യമുള്ള ഊർജം അതിൽ നിന്നും ലഭിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷെ നമ്മളിപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മൾ ഒരു ഏവറേജ് ഒരാളുടെ ഇരുന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ ജോലിയുടെ ഭാഗമായി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിലെ ഡെയിലി അയാൾക്ക് ആവശ്യമുള്ള കലോറി 1800 മുതൽ 2000, മാക്സിമം 2200 കലോറിയാണ് ഒരാൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ്, ഒരു ചെറിയ ഉദാഹരണം, നിങ്ങൾ അഹമ്മദ് ഹോസ്പിറ്റലിൽ പോയാലും അല്ലെങ്കിൽ ലോകത്ത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും, മെഡിക്കൽ കോളേജ് നമ്മുടെ നാട്ടിൽ പോയാലും, ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അത് തിന്നാൽ നമുക്ക് വയറ് അറിയില്ല, നമുക്ക് സമാധാനമാവില്ല. ആ കിടക്കുന്ന രോഗിക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇല്ല. ആ രോഗിക്കുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആ ഇൻറ്റേർണൽ ബോഡികളുടെ പ്രവർത്തനങ്ങൾ, ശ്വസിക്കുക, ഹൃദയം, മറ്റു കൈകാലുകൾ ഇളക്കുക, ഒന്ന് നടക്കുക, അതിനുള്ള കലോറിക്കുള്ള ഭക്ഷണമാണ് അയാൾ കഴിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം 2200 കലോറി എന്ന് പറഞ്ഞില്ലേ? 2200 കലോറി എന്ന് പറയുന്നത് നമ്മളൊരു കലോറി ബേസിൽ, നമ്മൾ ഒരുപാട് സമയം നമ്മുടെ വാട്സാപ്പിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആവറേജ് കലോറി എത്രയാണ് നമ്മൾ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഭക്ഷണം ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം കാര്യം അപകടമാണ്. അപകടം എന്ന് പറഞ്ഞാൽ പച്ച അപകടം. കാരണം ഒരു ബോളിൽ നമ്മൾ കാറ്റടിച്ച് കയറ്റുന്നത് പോലെ ഡെയിലി കുറേശ്ശെ കാറ്റടിച്ച് കയറ്റിയാൽ എന്താ സംഭവിക്കുക? കുറേ കഴിഞ്ഞാൽ ബോൾ പൊട്ടിത്തെറിക്കും, വേറെ അത്ഭുതമൊന്നും സംഭവിക്കില്ല. അതിനെ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഡെയിലി 3 നേരവും 4 നേരവും 5, 6 നേരം ഹൈ കലോറി ഫാസ്റ്റ് ഫുഡായാലും ചോറായാലും എന്ത് തന്നെയായാലും അതിങ്ങനെ അടിച്ച് കയറ്റിയിട്ട് നമ്മളത് ചെലവഴിക്കപ്പെടുന്നില്ല, ആ ഊർജം ചെലവഴിക്കപ്പെടുന്നില്ല. അവൻ ഭക്ഷണം പിന്നെയും നമ്മൾ അടിച്ച് കയറ്റുക ചെയ്യുന്നത്. ഒരത്ഭുതവും സംഭവിക്കില്ല. ഏത് രാജാവായാലും പണ്ഡിതനായാലും വലിയ പണക്കാരനായാലും പാമരനായാലും ശരീരത്തിൻ്റെ ഒരു പൊതു നിയമമുണ്ട്, ഒരു പൊതു റൂളുണ്ട്. അതനുസരിച്ച് ശരീരം പ്രതികരിക്കുകയുള്ളൂ. 3 ഓപ്ഷനാണുള്ളത്. ഭക്ഷണം കഴിച്ചോ, ഒരു പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 3 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ
നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മാതിരിയുള്ള 2200 മാക്സിമം കലോറി ലിമിറ്റ് ചെയ്തിട്ടുള്ള ഭക്ഷണം ചുരുക്കുക. വയറിൻ്റെ 3 ഭാഗം, 1 ഭാഗം ഭക്ഷണം, വെള്ളം ഒഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, ഭക്ഷണം ചുരുക്കുക. ഓർമ്മയില്ലേ, മദീനയിൽ ഒരു വൈദ്യം വന്നപ്പോൾ ഇവിടെ രോഗികളില്ല എന്ന് പറഞ്ഞ് വൈദ്യശാല അടച്ചു പൂട്ടിയ കഥ. ഒന്നുകിൽ ഭക്ഷണം കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കുകയും പിറ്റേന്ന് നോമ്പെടുക്കുകയും ചെയ്യുക. കാരണം നോമ്പെടുക്കുന്ന നേരം ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഒന്നും കുറയ്ക്കുന്നില്ല. അപ്പം നമ്മളെ ശരീരത്തിൽ സൂക്ഷിച്ച് വെച്ച് ഈ സംഗതികൾ ഉപയോഗിച്ച് ശരീരം പിടിച്ചു നിന്നോളും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ വ്യായാമം ചെയ്യുക. ഡെയിലി നമ്മൾ സൂക്ഷിച്ച് വെച്ച കലോറി കൂടുതൽ നന്നായിട്ട് ബേൺ ചെയ്ത് കളയുക. ഈ 3-ൽ 1 അല്ലാതെ ഒരു രക്ഷയും ഒരു മനുഷ്യനുമില്ല. വേറൊരു കാര്യം പറയാം, നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ആദ്യമായി വയറിലാണ്. പലർക്കും നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ വലിയ വയറൊക്കെ കാണാം. ഇത് വേറൊന്നുമല്ല, ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ്. ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് ആദ്യം ഈ ലിവറിൻ്റെ അടുത്തുള്ള വയറിലാണ് ഈ സംഭവങ്ങൾ അടിഞ്ഞുകൂടുക. ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുക അവിടെയാണ്, പക്ഷേ അവസാനം കൺസ്യൂം ചെയ്യും അവിടെ നിന്ന് തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അടുത്തുനിന്നല്ലേ, അത് നേരെ തിരിച്ചാണ്. അവസാനമാണ് അവിടെ നിന്ന് ഈ ഡെപ്പോസിറ്റ് ചെയ്ത കൊഴുപ്പ് ശരീരം യൂസ് ചെയ്യുള്ളൂ. ഒരാഴ്ച ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്ത് തന്നെയായി നിങ്ങൾ പട്ടിണി കിടന്ന് ഫാസ്റ്റിംഗ്, എന്തായാലും ഇത് ഉപയോഗപ്പെടണമെങ്കിൽ ഒരുപാട് താമസിക്കും. പിന്നെ ജനറലായിട്ടൊരു കാര്യം പറയാനുള്ളത്, വയറ് വരുന്ന ആളുകൾ പലപ്പോഴും വയറ് കുറയ്ക്കാൻ വേണ്ടി നടക്കാൻ പോകും. നടക്കാൻ പോയാൽ കാലിന് നല്ലതാണ്, മസിലിനൊക്കെ നല്ലതാണ്, ഹാർട്ടിനൊക്കെ നല്ലതാണ്. പക്ഷേ വയറ് കുറയോ എന്നുള്ളത് നടന്നു നോക്കിയാലേ പറയാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ വയറ് കുറയല്ല, കൂടുക ചെയ്യുക. 10-20 കിലോ ഉണ്ടാവും ഈ ഒരു ഭാഗത്തിന്. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുന്ന നേരവും സ്പീഡിലെല്ലാം നടക്കുക. ഭൂമിയുടെ ഗ്രാവിറ്റി ഇങ്ങനെ ഓരോ തള്ളലാണ് താഴോട്ട് വലിക്കുന്നത്. വയറ് കൂടുകയുള്ളൂ, കുറയാൻ യാതൊരു സാധ്യതയില്ല. വയറ് കുറയണമെങ്കിൽ കുറച്ച് ഫിസിക്കൽ ഇരുന്നും നടന്നും കിടന്നിട്ടുള്ള വ്യായാമങ്ങൾ ഉണ്ടായിട്ട് ആ സ്ഥലത്തെ ഈ കൊഴുപ്പ് അരിച്ച് കളയുന്നത് ചെയ്യാതെ വയറ് കുറയാൻ പോകുന്നില്ല. ജനറലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ മാക്സിമം അരമണിക്കൂർ എടുക്കാവൂന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ പറയാനുണ്ട്, പക്ഷേ സമയം ഇതല്ല. ഇനി ആൾക്കാരൊന്ന് ലൈനപ്പാ. തമ്മാമ്പിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കണം. എന്താ അല്ല, ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ 1-2 ആളിങ്ങനെ സെൻട്രലിലോട്ട് കയറി നിന്നോ. ലൈനായിട്ട് നമ്മൾ ലൈനപ്പ് ഇതാ ഇവിടെ ഇപ്പോൾ 3 ആക്കി ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ 3 ആൾ മുന്നിൽ, 3 ആൾ ബാക്കിൽ. തുടരുത്, ബാക്കി കുറച്ചുകൂടി ബാക്കോട്ട് പോയിക്കോ. ഓക്കെ, ഇതിന് ഒരു 15 മിനിറ്റ് നമ്മളെന്നും നമ്മൾ നമസ്കരിക്കുന്ന സ്വബഹി നമസ്കാരത്തിന് ശേഷം നമ്മളെ മുസല്ലയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു സംഭവം നാളെ മുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന്, മനസ്സിനെന്ന് പറഞ്ഞാൽ അറിയാലോ, ഹോർമോൺ, ഹാപ്പി ഹോർമോൺ, സിറോട്ടോൺ, പിന്നെന്തല്ല ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സിറാട്ടോൺ, ഡോപ്പമിൻ, ഇങ്ങനെ 4 ഹാപ്പി ഹോർമോണുകളുണ്ട് പ്രധാനമായിട്ട്. അതൊക്കെ നിങ്ങളിൽ ഉത്പാദിക്കപ്പെടും. കാരണം നമ്മളൊരു ഫുട്ബോളിന് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഒരു ചടപ്പായിരിക്കും, പക്ഷേ കളിയങ്ങ് ജോറായി 2 ഗോൾ അപ്പുറം ഇപ്പുറം വന്ന് നമ്മൾ പിന്നെ നമുക്ക് ക്ഷീണം തോന്നില്ല, നമ്മളത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അതേപോലെ തന്നെയാണ് വ്യായാമവും. നമ്മളൊരു ആദ്യം തുടക്ക ദിവസങ്ങളിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന നേരം നമ്മളെല്ലാവിധ പ്രയാസങ്ങളും അതുകൊണ്ട് തീരും. ഏതൊരു വ്യായാമം തുടങ്ങുമ്പോഴും ആദ്യമായിട്ട് ചെയ്യേണ്ടത് വാമപ്പാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ വാമപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മളെ മുട്ടിൻ്റെ മേലെയുള്ള ഈ കാഫ് മസിൽ, ഈ ഭാഗം. ഇതിന് സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുക. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. സെക്കൻഡ് ഹാർട്ട് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇതാണ്, ഈ കാഫ് മസിൽ. അതുകൊണ്ട് തന്നെ ഒരു വ്യായാമം തുടങ്ങുന്നേരോ നിലത്ത് ഈ മടമ്പ്, നാടൻ ഭാഷയിൽ മടമ്പ് എന്ന് പറയില്ലേ, മടമ്പ് നിലം തൊടാതെ ഇതാ ജോഗിങ് എണ്ണിക്കൊണ്ട് ചെയ്താൽ ഒരു കണക്ക് കിട്ടും. ഞാൻ പിന്നെ ഒരു 200 ഡെയിലി ആവറേജ് ചെയ്യാറുണ്ട്. ഇങ്ങനെ
1 2 3 4 5 6 7 8 9 10 11 അങ്ങനെ മനസ്സിൽ എണ്ണി തൽക്കാലം 100 മതി ഇന്ന്. നാളെ കാലിൻ്റെ മുട്ടിൻ്റെതായ ദേശം കടച്ചിലെല്ലാം ഉണ്ടാവും, സാരല്ല, അത് ക്രമേണ 2-3 ദിവസം കഴിഞ്ഞ് നേരം മാറും. മുഴുവൻ കാണിച്ചു തരാൻ നമുക്കിപ്പോൾ സമയമില്ല. എന്തായാലും ഇതിൽ വെച്ചേ തുടങ്ങാവൂ. കൈ നല്ലോണം വീയണം, കാല് നിലം മറ്റേ ടോയിൽ മാത്രം, മുന്നിലെ ടോയിൽ മാത്രം. ഓക്കെ, ഒന്ന് ഹാർട്ടൊക്കെ ചെറുങ്ങനെ അടിച്ചു തുടങ്ങിയില്ലേ? ഇല്ല, ഇത് തുടങ്ങിക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യം എന്നെക്കാളും വയസ്സ് കൂടുതലുള്ള ബഷീർക്ക് മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവൻ ഞാനാണ്, വയസ്സനും ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിലൊരു നല്ല മെസ്സേജ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത് നമുക്ക് പറ്റൂല എന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് 2 തരത്തിലാണ് എയറോബിക് എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസുകൾ. നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ ഹാർട്ടിൽ നിന്നും രക്തം ചീറ്റ് ചെയ്ത് പമ്പ് ചെയ്ത് പോകണം. നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടുക എന്ന് പറഞ്ഞ പോലെ രക്തക്കുഴലിനുള്ളിൽ ഉള്ളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. ഏത് മൂപ്പൻ്റെയും ഏത് പണ്ഡിതൻ്റെയും ഏത് നേതാവിൻ്റെയും ഇതെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഈ അടിഞ്ഞു കൂടുന്നത് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത്? ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്യുമ്പോൾ രക്തത്തിനെ അടിച്ച് ചൂറ്റി പോവാന്ന്, പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വെള്ളം പോകുന്ന മാതിരി. അപ്പോൾ രക്തക്കൊയലുകളിൻ്റെ ഭിത്തികളിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഈ രക്തം ഇങ്ങനെ ചീറ്റി പോകുന്നേരം, ഡെയിലി ആകുന്നേരം ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടൂല. കൊളസ്ട്രോള്, ബ്ലോക്ക്, സ്റ്റണ്ട്, ഡോക്ടർ പറഞ്ഞ സാധനങ്ങൾ അവിടെ എത്തൂല, അവിടെ എത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കെല്ലാവർക്കും ആരോടെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ഊരവേദനയാണ്, കഴുത്ത് വേദനയാണ്, കൈവേദനയാണ്, മുട്ടുവേദനയാണ്, വാടവേദന, ഇതിനോട് കംപ്ലീറ്റ് വേദനകൾ പറയും. വേദനകളുടെ കാരണം എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ്, രക്തം നന്നായിട്ട് ഓടുന്നില്ല. പൊണ്ണത്തടിയുടെ അപകടം എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ശരീരം എത്ര വണ്ണം വെച്ചാലും അതിൻ്റെ അപ്പം വിരലിൻ്റെ ഈ അറ്റം മുതൽ മൂർത്തി വരെ ഏത് സെല്ലിലും രക്തം, അത് ഓക്സിജന് മറ്റു മിനറൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, രക്തം എത്തിക്കുക എന്നുള്ളത് ഹാർട്ടിൻ്റെ പണിയാണ്. കുറച്ച് ഭാഗത്ത് രക്തം ഓടുന്നില്ല, അങ്ങനൊരു സംഭവം ഇല്ല. രക്തം എത്തിച്ചിരിക്കണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. അതുകൊണ്ട് എന്തുണ്ട്, ഹാർട്ട് ഒരുപാട് അധ്വാനിക്കണം. അപ്പോൾ ഹാർട്ടിന് കൂടുതൽ പണി വരും എന്നുള്ളതാണ് ഈ തടി കൂടരുതെന്ന് പറയാനുള്ള കാരണം. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകാൻ. അപ്പോൾ ആദ്യം ഇത് വാമിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നിന്നിട്ട് കൈ ഇങ്ങനെ മടക്ക്, മുഷ്ടി ചുരുട്ടുക, ഒരു കൈ ട്വിസ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെ അടി പിടിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ, 1 2 ഒരു 20 വട്ടമൊക്കെ ഡെയിലി തുടങ്ങിയാൽ മതി. അപ്പ് ആൻഡ് ഡൗണ്. പിന്നെ റൈറ്റ് ഒരു 20 വട്ടം, വലത്തോട്ട് ഒരു 20 വട്ടം, ഇടത്തോട്ട് ഒരു 20 വട്ടം. അതുപോലെ തന്നെ ഈ കൈ ഫുള്ളിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, സമയമില്ല നമുക്ക്. അപ്പ് ആൻഡ് ഡൗണ്, വലത്തോട്ട്, ഇടത്തോട്ട്, അത് കൺഫ്യൂഷനൊന്നുമില്ല. കൈ ഇവിടെ വെച്ചിട്ട് ഇതാ വലത്തോട്ട് ഒരു പറ്റിയാൽ തുടക്കത്തിലൊക്കെ 20ഒക്കെ ചെയ്താൽ ശരീരം അറിയുള്ളൂ. വലത്തോട്ട് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ്, റിവേഴ്സ്, ബാക്കോട്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം കൈ തമാവിൽ അടിച്ചു വരുന്നത്, കൈ ഫുള്ള് റൊട്ടേഷൻ, ഫുള്ള് വലത്തോട്ട്, ബാക്കോട്ട്, ഫ്രണ്ട്, ബാക്ക്. ഒരു സുഖം തോന്നുന്നില്ലേ? തോന്നിക്കോളൂ. നമ്മൾക്ക് ലേശം ബാക്കോട്ടിരുന്ന്. പിന്നെ ചെയ്യേണ്ടത് നോക്കണേ, പിന്നെ ചെയ്യേണ്ടത് ഇതാ, 1 മിനിറ്റ്. ഇതാ ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? ഇനി വളരെ എളുപ്പമുള്ള, ഇതിങ്ങനെ ഫുള്ള് സ്ട്രെച്ചിൽ, ഇനി വളരെ എളുപ്പമുള്ള ഒരു ചെറിയ സംഭവം, ഒരുപാടുണ്ട്, പക്ഷെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫ്രണ്ട്,
ആ ചെയ്തോ, നല്ല തന്നെ. ഇനി വളരെ എളുപ്പമുള്ളൊരു സംഭവം, ഇതെൻ്റെ കൂടെ ചെയ്യണം. കൈ നേരെ വെക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളേ. എൻ്റെ കാല് എൻ്റെ ഊര സാങ്കല്പിക കസേര. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഓക്കെ, ഒരു 50-60 വരെ പോവും, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ആദ്യം ചെയ്യരുത്, അത് സ്ട്രെയിൻ ആവും. പിന്നെ നമ്മൾ റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ 4 മൂല ഉണ്ടാവും, 4 കോണ്. AC ചൂട് വേർക്കണ്ട. ഏതെങ്കിലും ഒരു പോയിന്റ് കാണുക റൂമിലെ, ഇങ്ങനെ വെച്ചിട്ട് ആ പോയിന്റിലേക്ക് നോക്കുക. ഞാൻ ഈ ബൾബിലാണ് നോക്കുന്നത്, ഈ ബൾബും ഈ AC-ൻ്റെ സെൻറ്ററിലുള്ള ആ ബൾബും നോക്കിക്കോളെ. 3 4 5. കൈ നല്ലോണം നീരട്ടെ. ഒരു പോയിന്റ്, നിങ്ങളെ സൈഡിലുള്ള ഈ ഡെപ്പോസിറ്റൊക്കെ എരിഞ്ഞെരിഞ്ഞ് പോവും ക്രമേണ. 1-2 ദിവസം കൊണ്ടല്ല. ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ ഉണ്ട്, നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോന്നേ ഉള്ളൂ. പിന്നെ കൈ ഇതാ നമ്മളെ ആട്ടമ്മി വലത്തോട്ട്. ഓക്കെ, വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്. അത് കുറേ ചെയ്യുക. പിന്നെ കാല് നിർത്തി വെച്ചിട്ട് മാക്സിമം മുന്നോട്ട്. ഓക്കെ, ബാക്കോട്ട്, ഇങ്ങോട്ട്. ഇതാ, എന്നാലാണ് ഒന്ന് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇതാ മേലോട്ട്. 1 2 3 4. 1 2 3 4. മുട്ട് മടങ്ങരുത്. ബാക്കോട്ട്, ഉമ്മർക്ക ബേക്ക്. 1 2 3 4. മുട്ട് മടങ്ങരുത്. 1 2 3 4. പെട്ടെന്ന് ഇപ്പം ചെയ്യണ്ട. വീട്ടിൽ പോയിട്ട് ഭാര്യ ചോദിക്കും എന്ത് പറ്റി, അത് സുബൈർഖാൻ്റെ കൂടെ എക്സസൈസ് ചെയ്താന്ന് പറയണ്ടേ, ഇത് വരണ്ട. ഇനി ഒന്ന് നിലത്തിരുന്നോ, പ്രശ്നമൊന്നുമില്ല, ഇരിക്കാലോ. നിങ്ങൾ ഇതുവരെ എക്സസൈസ് കണ്ടതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത് നേരെ തിരിച്ചാണ്. മലന്ന് കിടക്കുക, കിടന്ന പ്രശ്നമൊന്നുമില്ല, നല്ല നില. എന്നിട്ട് കാല് 2 ടോ കൂർമ്പിച്ച് വെക്കണേ, കൂർമ്പിച്ച് കുത്ത നിൽക്കണം. ഇങ്ങനെ നിൽക്കണം കാല്. എന്നിട്ട് ഇതാ മെല്ലെ ഡെഡ് സ്ലോ പൊന്തിക്കരുത്. മെല്ലെ ഓരോ ഡിഗ്രി മെല്ലെ പൊന്തിക്കുക. ഒറ്റ കാല് ഇങ്ങനെയല്ല മറുക്കാ. ഒന്ന് നോക്ക് ഞാനെന്താ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ കിടന്നിട്ട് ഇതാ ഒരു കാലം ഇതാ ഞാൻ പൊന്തുന്ന സ്പീഡ് ഉണ്ടോ. ഇങ്ങനെ പൊന്തിച്ചിട്ട് മേലെ എത്താൻ ചിലപ്പോൾ 2-3 മിനിറ്റ് കഴിയും. അപ്പോൾ നിങ്ങളുടെ വയറിലും ഹാർട്ടിലും എന്താ സംഭവിക്കുക നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം. ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക, കാല് പെട്ടെന്ന് ഇട്ടുവിടരുത്. ആ 2 കാലും കൂർപ്പിച്ച് പിടിക്കണം. എന്നിട്ട് ഇതാ മെല്ലെ
മെല്ലെ നീ മെല്ലെ വരൂ. വളരെ മെല്ലെ, ഡെഡ് സ്ലോ, ഡെഡ് സ്ലോ. മെല്ലെ മെല്ലെ. ഉമ്മർക്ക് ആ സ്പീഡ് കുറയ്ക്കണോ? മെല്ലെ. ആ, ആദ്യം വലത്. ആ, ഒന്ന് ചെയ്ത് നോക്ക്. സ്പീഡ് കുറയ്ക്ക്. ഇങ്ങനെ പൊന്തിക്കല്ല, മെല്ലെ പൊന്തിക്ക്. മെല്ലെ, വളരെ മെല്ലെ. നിങ്ങൾ ഇരിക്കുന്നില്ല? ഒരു 10 വട്ടമെങ്കിലും ചെയ്ത് നോക്ക്. ഒറ്റ വട്ടം കൂർമിച്ച് വെക്കണം. കൂർമിച്ച് വെക്കണം. 2 കാലിനെയും മുട്ട് മടക്കരുത്. മുട്ട് മടക്കരുത്. ഇങ്ങനെ മുന്നോട്ട് 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 മുന്നോട്ട്. ആ, ഓക്കെ. ഇനി ഡെഡ് സ്ലോ. മെല്ലെ താത്തിക്കോ. അങ്ങനെ തന്നെ വെച്ചിട്ട് മെല്ലെ, വളരെ മെല്ലെ, മെല്ലെ. ഇതാണ് വയറ് കുറയാൻ നിങ്ങൾ ചെയ്യേണ്ടത്. നടക്കാൻ പോയാൽ വയറ് കുറയൂല. എങ്ങനെ, ഹൗ യു ഫീൽ? പള്ളൊക്കെ എങ്ങനെയുണ്ട്? ഒരു അതെ അതെ. ഇനി മറ്റേ കാല് മെല്ലെ, വളരെ മെല്ലെ. എന്നിട്ടുണ്ട് നമുക്ക് 2 കാലും കൊണ്ട് വെച്ച് ഒരു പൊന്തിക്കൽ. 2 കാലം ഒരുമിച്ച്. മറ്റേ കാല് ഡെഡ് 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 സ്ലോ. മുന്നോട്ട് നീക്കി കൂർമ്പിച്ച് വെക്ക്. ആ, ഇനി മെല്ലെ താത്തിക്കോ. ലെഫ്റ്റ് കൂർമ്പിച്ച് വെക്കുക. മെല്ലെ താത്ത്. ഡെഡ് ഡെഡ് സ്ലോ. നമുക്കിപ്പോൾ ഇതൊരു 20 വട്ടം ചെയ്താൽ വിവരം അറിയും. പിന്നെ ഇനി 2 കാലും നീട്ടി വെക്ക്. നീട്ടി ഇങ്ങനെ വെച്ചിട്ട് 2 കാലും മെല്ലെ പൊന്തിക്കും. മെല്ലെ. ആ, എല്ലായിടത്തും വയറിനും വരും. വയറിന് മെല്ലെ. നാസിയ കൂർവെച്ചിട്ട് മെല്ലെ. എന്തേ തിരക്ക്? സെക്കൻഡ് സൂചി പോകുന്ന സ്പീഡിലേ പൊന്താവും. എന്നാലും അതിൻ്റെ ഫലം കിട്ടും. വളരെ മെല്ലെ. അനങ്ങരുത്, കാല് മാത്രം. മതി. അത് ഓരോരുത്തർ ഇതുമാതിരി ഒരു 10-20 ചെയ്താലേ ഇതങ്ങ്. ഇനി ഈ കിടന്ന കിടപ്പിൽ നമ്മളിപ്പോൾ ചെയ്തില്ലേ, ഇനി ഒന്ന് നോക്കണേ. ഒന്ന് എണീറ്റ് നോക്കണേ എല്ലാവരും. തല ഉയർത്തിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ കിടന്നില്ലേ? ഈ കിടത്തത്തിൽ ഈ കാല് നീർത്തി കൂമ്പിടിച്ച് വെക്കുന്ന നിർബന്ധമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒരു കാല് ഇതാ സൈക്ലിങ്. ആൾക്കാർക്ക്, പുരുഷന്മാരിൽ 85% ആൾക്കാർക്കും വരുന്നൊരു സംഭവമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീങ്ങുക എന്നുള്ളത്. പ്രോസ്റ്റേറ്റ് എന്തായാലും വീങ്ങും. അത് കൂടുതൽ വീങ്ങാതിരിക്കാൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡെയിലി ചെയ്താൽ വലത്തേക്കാല് പിന്നെ ഇടത്തേക്കാല് ഒരു 20 വട്ടം നടന്നോട്ടെ. പിന്നെ ഇതാ 2 കാലും. വയറിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചെയ്യുന്നവർക്കറിയാം. ചെയ്തോ. ആ, അതെ, ഫുൾ റൗണ്ട്. ഇനി 2 കാലും. ഓക്കെ. ഇനി നേരെ കമിഴ്ന്ന് കിടക്കണേ. നേരെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം. കാണുന്നുണ്ടോ? ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് ഇതാ എൻ്റെ കാല് നോക്കിക്കോളെ. 2 മുട്ടും വളയരുതേ. മുന്നോട്ട് ചെയ്തേ. കൈ ഇങ്ങനെ മുന്നിൽ വെക്കുക. എന്നിട്ട് കഴിഞ്ഞ് നീ ആയിരിക്കുന്നുണ്ടോ? ഇല്ല, തുടങ്ങുന്നേ ഉള്ളൂ. 2 കാലും. എനിക്ക് അത്ര 2 കാലും ആവൂല. ഇതാ ഇങ്ങനെ കിടന്നിട്ടേ
ഒന്നുമില്ല, ഇതാ പൊന്തിക്കുക. ആ താടി ഇതിനോടുത്ത് ഇടണോ? മറ്റേ കാലോ? മുട്ടുമടങ്ങരുത്. ഇനി തിരിഞ്ഞിങ്ങനെ രണ്ടുകാലം ആദ്യം ആവൂല. മുട്ട് മടങ്ങരുത്. ഇനി ഇങ്ങനെ കേട്ടോ ഉമ്മർക്കാ, ഇങ്ങനെ ഇരിക്കേ. രണ്ടുകാലം എനിക്കാകില്ല. ഇനി ഇതെങ്ങനെ കിടക്കണേ. എന്നിട്ട് ഇതൊരുപാട് ഉപകാരപ്പെടുന്ന സാധനമാണ്. അത്രേ എനിക്കിവിടെ പറയാൻ പറ്റൂ. പുരുഷന്മാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാ 5 6 നിങ്ങൾ തുടങ്ങിക്കില്ലേ? തുടങ്ങ്. ഇതാ പൊന്തട്ടെ, ഊരം വന്നട്ടെ ഫുള്ള്. പൊന്തട്ടെ. മുട്ട് മടങ്ങരുത്, ഒന്നും മടങ്ങരുത്. മുട്ട് മടങ്ങരുത്. ഇനി തിരിഞ്ഞ് ഇതെല്ലാം ഒന്ന് കാണിക്കാമല്ലോ, നമുക്ക് പിന്നീട് വേണേൽ ചെയ്യട്ടോ താല്പര്യമുള്ളവർക്ക്. ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്നില്ലേ? അധികമൊന്നും വേണ്ട, കൂടുതലൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു 50 വട്ടം. എല്ലാം പോവും. ഇതാ ഓക്കെ അല്ലേ? വയറൊക്കെ പോവും. വയറ് പോവും, മറ്റേ പ്രോസ്റ്റേറ്റ് പോവും, എല്ലാം പോവും. ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന ആളുകൾ എത്ര ആക്കി ഇരിക്കാൻ പറ്റും? എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ? വെരി ഗുഡ്. നിങ്ങളെല്ലാം എൻ്റെ കൂടെ കളിക്കാൻ വരണം. ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലോ? വെരി ഗുഡ്. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ബട്ടർഫ്ലൈ. ഇതിനെ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെയ്തോ. ഇതാ ചെയ്തോ. ഇതാ എന്നിട്ട് ഒരു നേരം നിൽക്കുക. കാലം നീളട്ടെ, നേരെ മതി. എന്താ അറിയോ, നമ്മളെ തലച്ചോറിലുള്ള വളരെ നേരിയ രക്തക്കോലുകളുണ്ട്, മുടിനാരിനേക്കാൾ ചെറുത്. അതിലേക്കെല്ലാം രക്തം പോയാലാണ് നമ്മളെ കാഴ്ച, കേൾവി, നമ്മളെ ചിന്ത, നമ്മളെ ആലസ്യം എല്ലാം മാറുള്ളൂ. നമ്മൾ നേരെ നടന്നാൽ ഒരിക്കലും ബ്ലഡ് ഹാർട്ടിൽ നിന്ന് മേലോട്ട് പോവില്ല. ഇടയ്ക്കല്ല ഇങ്ങനെ ഒന്ന് ചെയ്യണോ. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാലുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുക. നേരെ ഫുള്ളിങ്ങനെ നിർത്തുക. ഫുള്ള് സ്ട്രെച്ചിങ്. ഫുള്ള് മുന്നോട്ട് നിർത്തി ഫുള്ള് ബാക്കോട്ട്. 1 2 ഫുള്ള് ബാക്ക്. ഈ നേരത്തെ പറഞ്ഞ കാഫ് മസിലിനൊക്കെ നല്ല ഇത് വരും.
അങ്ങനെ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മളെ പൂച്ചയെല്ലാം ഇങ്ങനെ ആക്കുന്നില്ലേ, വിരൽ ഇതാ ഇങ്ങനെ ഫുള്ള് മടക്കി ഫുള്ള് നിർത്തി, ഇതാ ഫുള്ള് മടക്കി ഫുള്ള് നിർത്തുക. ഇതൊക്കെ മേലോളം നിങ്ങൾ ഊരവേദന, ഈ ഡിസ്ക് ബൾജ്, L4 L5 വള്ളി വലിഞ്ഞു വന്ന കേസല്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ റൈറ്റ് റൊട്ടേഷൻ, ഈ സൈഡ് തൊട്ടുകൊണ്ട് ഇങ്ങനെ വലത്ത്, ഫുള്ള് വലത്ത്, നേരെ ഓപ്പോസിറ്റ്, ഫുൾ ഓപ്പോസിറ്റ്. ഓക്കെ. പിന്നെ ഈ രണ്ട് കാലും നമ്മൾ 5 മണിയായി ഫുള്ള് നീർത്തി നിൽക്കണേ. എന്നിട്ട് കണ്ണിനും കൂടിയുള്ളൊരു എക്സസൈസ് ആയിട്ട് ഇതിൻ്റെ കൊള്ള നോക്കുക. എന്നിട്ട് 1 2 കാല് കൂർപ്പിച്ച് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനൊക്കെയുള്ള നോക്കണം. അപ്പ് ആൻഡ് ഡൗൺ, ഈ കാലും അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇതേപോലെ കെട്ടിയിട്ട് വലത്ത്, കണ്ണിനൊരു റൊട്ടേഷനാണ്, അതിൻ്റെ കൂടെ കണ്ണ് പോകണം, കൃഷ്ണമണി അതിൻ്റെ കൂടെ പോകണം. വലിയൊരു റൗണ്ട്, 1 ഒരു 10 20 നേരെ ലെഫ്റ്റ്. മനസ്സിലാകായ്മയൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഇതും കൂടി അവസാനിപ്പിക്കാം. സമയമില്ല. ആസിഫ് നോക്കുന്നു. ഇങ്ങനെ കിടന്നിട്ട് കാലിവിടെ പിടിക്കുക, കാലിവിടെ പിടിച്ചിട്ട് പൊങ്ങുക. ഇതിങ്ങനെ ഒരു ഏണി വെച്ചതിൻ്റെ തൊട്ടാവണം. ഒരു 5 സെക്കൻഡ് വരെ എണ്ണുക, അവിടെ നിൽക്കുക, താഴ്ത്തുക, പിന്നെയും പൊന്തിക്കുക, താഴ്ത്തുക. ഇതിപ്പോൾ നമ്മളിവിടെ പ്രയാസകരമായ ഒന്നും നമ്മളിവിടെ കാണിച്ചിട്ടില്ല, വളരെ ലഘുവായത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കിടന്നിട്ട് ഇതാ ഇതാ ലെഫ്റ്റ് റൈറ്റ്, കാല് മാത്രം, വയറ് പോയരുത്, വയറ് അവിടെ തന്നെ വേണേ. അത് പോരുത്, വയറ് അവിടെ വെക്കണം. രണ്ട് കാലം ഒന്നിച്ച്. ആര് ഒന്നുകൊണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചൂടെ? ഓക്കെ.